ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം മാൻകുട്ടിയെ തന്നെ നിരന്തരം സ്മരിച്ചുകൊണ്ട് അതിനെ പാലിക്കുകയും ലാളിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു പോന്ന ഭരതന്റെ സാധനയിൽ വന്ന ച്യുതിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ എന്നതുപോലെ ലാളിക്കുകയും അടുത്തുപോയിരുന്ന് അനുഗ്രഹ വചസ്സുകൾ പറയുകയും ചെയ്തിരുന്നു. അതേസമയം മാൻകുട്ടി വളരും തോറും ആ മാനും ഇടയ്ക്കിടെ ആശ്രമത്തിൽ നിന്ന് പുറത്തൊക്കെ പോകും, അല്ലെങ്കിൽ കുറച്ചു ദൂരെയൊക്കെ മാറിപ്പോകും. അപ്പോഴേക്കും ആകെ ഉത്കണ്ഠാകുലനായി തീരും ഭരതൻ എന്ന് പറയുകയാണ് 15ാമത്തെ ശ്ലോകം. അന്യദാ ഭൃശം ഉദുവിഗ്നമനാഹ നഷ്ടദ്രവിണഃ ഇവ കൃപണഃ സ കരുണം അതിതർഷേണ ഹരിണകുണക വിരഹ വിഹ്വല ഹൃദയ സന്താപഃ തം ഏവ അനുശോചൻ കില കശ്മലം മഹദ് അഭിരംഭിതഃ ഇതി ഹ ഉവാച. ഇനി തൻ്റെ കൂടെ തന്നെ നിൽക്കുമ്പോഴാണ് പാലിക്കുകയും ഇങ്ങനെ ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്യത അല്ലാതെ ഭൃശം ചില നേരത്ത് ഉദ്വിഗ്നമനാഹ തൻ്റെ കൺമുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മറഞ്ഞു പോയാൽ എവിടെയോ അങ്ങ് ഓടിപ്പോകും, ഇടയ്ക്കിടെ വലുതാവുകയാണല്ലോ. അന്നേരം ഉദ്വിഗ്നമനാഹ അതീവ വ്യാകുലചിത്തനായിട്ട് നഷ്ടദ്രവിണഃ, ദ്രവിണം എന്നാൽ ധനം, തനിക്ക് കയ്യിലുണ്ടായിരുന്ന ധനം നഷ്ടപ്പെട്ട കൃപണഃ ഇവ, ഒരു ആർത്തനെ പോലെ അങ്ങനെ ദീനനായിട്ട്, തനിക്കുണ്ടായിരുന്ന ധനം നഷ്ടപ്പെട്ടാൽ ഒരാൾക്കുണ്ടാകുന്ന വേദന എന്താണോ അതുപോലെ അതിതർഷേണ അധികരിച്ച ഉത്കണ്ഠയാൽ കുറച്ചു നേരത്തെ ഹരിണകുണക വിരഹ വിഹ്വലം, മാൻകുട്ടിയുടെ ആ വിരഹം അതിനാൽ വിവശമായ ഹൃദയത്തോടുകൂടി ഹൃദയ സന്താപഃ അതങ്ങനെ അധികരിച്ചുകൊണ്ട് വല്ലാതെ ദുഃഖിക്കും. എന്നിട്ട് ഈ മാൻകുട്ടിയെ തന്നെ തം ഏവ അനുശോചൻ, അതിനെ തന്നെ വിചാരിച്ചിരുന്ന് ദുഃഖിച്ച് ഇതെവിടെ പോയി കാണും, അതിനെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയതാണോ, വല്ല വേടന്റെ കയ്യിൽ പെട്ടതാണോ, ഇങ്ങനെയൊക്കെ ദുഃഖിച്ചിരുന്ന് സകരുണം ദയനീയമാകുമാറ് മഹത് കശ്മലം, യഥാർത്ഥത്തിൽ ഒരു വാനപ്രസ്ഥാശ്രമിക്ക് വരാൻ പാടില്ലാത്ത അത്യധികം ദുഃഖകരമായ ആ വ്യാമോഹത്തെ അഭിരംഭിതഃ കില പ്രാപിക്കുകയും അങ്ങനെ ഇതി ഉവാചഃ ആ സമയത്ത് ഭരതൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ അടുത്ത് നിൽക്കുമ്പോഴുള്ള മാൻകുട്ടിയോടുള്ള പെരുമാറ്റം പറഞ്ഞു. ഇനി വിരഹാതുരനായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഭരതൻ പറയുന്നത്? ഭരതന്റെ മനസ്സിലെ ചിന്തകളാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപി വത സവൈ കൃപണ ഏണ ബാലകോ മൃതഹരിണീസുതോ അഹോ മമ അനാര്യസ്യ ഷഠകിരാതമതേഃ അകൃതസുകൃതസ്യ കൃതവിസ്രംഭഃ ആത്മപ്രത്യയേന തത് അവിഗണയൻ സുജന ഇവ ആഗമിഷ്യതി. അഹോ പത, അയ്യോ കഷ്ടം, മൃതഹരിണീസുതഃ അമ്മ മരിച്ചുപോയ മകനായ കിടാവായ സഹ വൈ കൃപണഃ വെറും പാവമായ ആ ഏണബാലകഃ മാൻകുട്ടി ഇനി സ്വയം കുറ്റപ്പെടുത്തുകയാണ്. എൻ്റെ അശ്രദ്ധയല്ലേ അവൻ ഇങ്ങനെ പോകാൻ കാരണം, അപ്പോൾ ഈ ഞാൻ കൊള്ളരുതാത്തവനാണ് എന്നൊരു തോന്നൽ വരികയാണ്. അതാണ് ഷഠകിരാതമതേഹേ, ശരിക്കും ഞാനൊരു വേടന്റെ ദുർബുദ്ധിയുള്ളവനാണ്, അവനെ ശരിക്കും നോക്കിയില്ല. അകൃതസുകൃതസ്യ, ഇങ്ങനെ പുണ്യം ചെയ്യാത്തവനും അനാര്യസ്യ നീചനുമായ മമ തത്ത്, എൻ്റെ ആ ദോഷത്തെ, പക്ഷേ ആ മാൻകുട്ടി നല്ലവനാണ്, അതുകൊണ്ട് അവൻ്റെ ആത്മപ്രത്യയേന
ശുദ്ധ സ്വഭാവത്താൽ എൻ്റെ ഈ ദോഷത്തെ, അവനെ നന്നായി നോക്കിയില്ല എന്ന എൻ്റെ ദോഷത്തെ അവിഗണയൻ, പരിഗണിക്കാതെ വീണ്ടും എന്നിൽ കൃതവിശ്രംഭ, വിശ്വാസമർപ്പിച്ചുകൊണ്ട് സുജനഹ ഇവ, നല്ലവനെ പോലെ അപി ആഗമിഷ്യതി, വീണ്ടും വന്നു ചേരുമോ എൻ്റെ അടുത്തേക്ക് തന്നെ. ഇവിടെ സുജനഹ, നല്ലവരെ പോലെ എന്ന് പറഞ്ഞത് നല്ലവരെപ്പോഴും അങ്ങനെയാണ്. തന്നെ ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ പോലും അവരുടെ ആ ദുഷ്ട സ്വഭാവത്തെ കുറച്ചു കഴിയുമ്പോൾ മറന്നേക്കും. അവരെന്തെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഓർത്തിട്ട് വീണ്ടും അവരുമായി ബന്ധം വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് സജ്ജനങ്ങൾ. ഇങ്ങനെ ഒരു സജ്ജനത്തെ പോലെയുള്ള എൻ്റെ ആ മാൻകിടാവ്, അവനെ നന്നായി നോക്കാത്ത എൻ്റെ ആ കിരാത ബുദ്ധിയെ ഒക്കെ മറന്നുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുമായിരിക്കും എന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. 17ാമത്തെ ശ്ലോകം. അപി ക്ഷേമേണ അസ്മിൻ ആശ്രമോപവനെ ശഷ്പാണി ചരന്തം ദേവഗുപ്തം രക്ഷ്യാമി. വീണ്ടും പഴയതുപോലെ അസ്മിൻ ആശ്രമോപവനെ, ഈ ആശ്രമ പരിസരത്തിലെ തോട്ടത്തിൽ ശഷ്പാണി, ഇളം പുല്ല് മേഞ്ഞുകൊണ്ടങ്ങനെ ചരന്തം, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ദേവഗുപ്തം, ഈശ്വരനാൽ പരിരക്ഷിക്കപ്പെട്ടുകൊണ്ട് എവിടെയോ ഇരിക്കുന്നു. കാരണം ഭരതൻ കാണുന്നില്ല, കുറച്ച് ദിവസമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരമായിട്ടോ അത് വിട്ടുപോയിരിക്കുകയാണ്, എവിടെയോ പോയിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുകയാണ് ഇപ്പോൾ ദൈവം അവനെ രക്ഷിക്കുന്നുണ്ടാകും. അങ്ങനെ കാത്തു രക്ഷിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന എൻ്റെ മാൻകിടാവിനെ ക്ഷേമേണ, ഒരാപത്തും കൂടാതെ അപി ദ്രക്ഷ്യാമി, എനിക്ക് വീണ്ടും കാണാൻ ഇടവരില്ലേ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം നല്ലതായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പിന്നെ സ്വാഭാവികമായും ഏത് മനുഷ്യരും ചിന്തിക്കുന്ന രീതിയിൽ അതിനെ നെഗറ്റീവായിട്ട് ആപത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. 18ാമത്തെ ശ്ലോകം. അപിച ന വൃകഃ സാലാവൃകോ വൃഗോ അന്യതമോ വാ നൈകചരഃ ഏകചരോ വാ ഭക്ഷയതി. ഇനി ഒരു പക്ഷേ കാട്ടിലേക്ക് പോയ ആ മാൻകിടാവിനെ വൃകഃ, ചെന്നായയോ, സാലാവൃകഃ വാ, നായയോ, ന ഏകചരഃ, ഒറ്റയ്ക്കല്ലാതെ കൂട്ടമായി നടക്കുന്നവയോ, ഇനി ഏകചരഃ, ഒറ്റയ്ക്കൊക്കെ നടക്കുന്ന ഈ കൊമ്പന്മാരൊക്കെ, അന്യതമഃ വാ, മറ്റേതെങ്കിലും ഒരു ജീവി, അപിച്ച ന ഭക്ഷയതി, പിടിച്ചു തിന്നുകയില്ലേ, ഈ മാൻകിടാവ് എന്താ വരാത്തത്? ഇതൊക്കെ സാധാരണ ഒരു ഗൃഹസ്ഥന്റെ ഉത്കണ്ഠയാണ്. ഇവിടെ മാൻകിടാവിന്റെ സ്ഥാനത്ത് ഓരോ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സ്കൂളോ കോളേജോ ഒക്കെ വിട്ട് കുറച്ചൊന്ന് വൈകുമ്പോഴേക്കുമുള്ള രക്ഷിതാക്കളുടെ ഉത്കണ്ഠ ഇങ്ങനെയാണ്. ഒരു പക്ഷേ രാവിലെ തന്നെ അവിടെ നിന്ന് പോയ മാൻകുട്ടിയെ വൈകുന്നേരമായിട്ടും കാണാത്തതായിട്ടാണ് ഇവിടെ പറയുന്നത്. 19ാമത്തെ ശ്ലോകം. നിമ്ലോചതിഹ ഭഗവാൻ സകല ജഗത്ക്ഷേമോദയ ത്രയ്യാത്മാ അദ്യാപി മമ ന മൃഗവധൂന്യാസ ആഗച്ഛതി. ഇവിടെ സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം സകല ജഗത്ക്ഷേമോദയ, സമസ്ത ലോകത്തിൻ്റെയും ക്ഷേമത്തിനു വേണ്ടി ഉദയം ചെയ്യുന്ന ത്രയ്യാത്മാ, വേദമൂർത്തിയായ ഭഗവാൻ സൂര്യദേവനിത നിമ്ലോചതിഹ, അസ്തമിക്കുകയാണല്ലോ. മമ, എൻ്റെ വശം, മൃഗവധൂന്യാസഹ, ആ മാൻപേട സൂക്ഷിക്കാൻ തന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഭരതനായിട്ട് പോയി രക്ഷിച്ചതാണ്. എങ്കിലും പറയുകയാണ്, ആ മാൻപേട എനിക്ക് സൂക്ഷിക്കുവാനായി തന്ന ആ മാൻകുട്ടി അദ്യാപി ന ആഗച്ഛതി, ഇപ്പോഴും വന്ന് കാണുന്നില്ലല്ലോ, ദാ സന്ധ്യയായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രക്ഷിതാക്കളുടെ അതേ ഉത്കണ്ഠയാണ്. ദാ സന്ധ്യയായിരിക്കുന്നു, നേരം ഇരുട്ടി, ഇനിയും മക്കള് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് ഇവിടെ ഭരതനും ചിന്തിക്കുന്നത്. 20ാമത്തെ ശ്ലോകം. അപിസ്വിത് അകൃതസുകൃതം ആഗത്യ മാം സുഖയിഷ്യത്തെ ഹരിണരാജകുമാരോ വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈഹി
അസന്തോഷം സ്വാനാം അപനുദൻ. ഹരിണരാജകുമാരഃ, ആ മാൻ കുമാരൻ എന്നാണ്, മാൻ രാജകുമാരൻ, എൻ്റെ രാജകുമാരനാണത്. ആ രാജകുമാരൻ വിവിധ രുചിര ദർശനീയം, മനോഹരങ്ങളും എന്നെ രസിപ്പിക്കുന്നതിനായി കാട്ടിക്കൂട്ടുന്ന പലതരത്തിലുള്ള നിജ മൃഗധാരക വിനോദൈഹി, മാൻകിടാങ്ങളുടെ ആ പ്രത്യേകതരം കളികളൊക്കെ. അതുവരെ അതൊക്കെ കണ്ടിട്ടാണ് ഭരതനാകെ ഭ്രമിച്ച് രസിച്ചിരുന്നത്. ആ വിനോദങ്ങളെ കൊണ്ട് സ്വാനാം അസന്തോഷം അപനുദൻ, ഇപ്പോൾ മാൻകുട്ടിയുടെ കൂട്ടക്കാരുടെ അടുത്ത് ചെന്ന് തന്നെ സന്തോഷിപ്പിച്ചതുപോലെ അവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടാകും. അവരുടെ അസന്തോഷത്തെ അപനുദൻ നീക്കിക്കൊണ്ട്, എന്നിട്ടെങ്കിലും അകൃത സുകൃതം ഭാഗ്യം കെട്ടിരിക്കുന്ന മാം ആഗത്യ, എന്നെ സമീപിച്ച് അപിസ്വിത് സുഖയിഷ്യതി, വീണ്ടും സുഖിപ്പിക്കുമോ എന്തോ. അവന്റെ യഥാർത്ഥ കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ എന്നെ മറന്നിരിക്കുമോ എന്നൊരു ആശങ്കയും ഉണ്ട്. ഇതാണ് പ്രായപൂർത്തിയായ മക്കളുള്ള രക്ഷിതാക്കളുടെ ഉത്കണ്ഠയും. താൻ അറിയാത്ത ഏതെങ്കിലും ബന്ധം മകൾക്കോ മകനോ ഉണ്ടോ, അവരുമായിട്ട് അങ്ങനെ രസിച്ചിരിക്കുന്നതിനിടയിൽ ഈ രക്ഷിതാവിനെ മറന്നുപോയോ? ഇതൊക്കെയാണ് സാധാരണ ഗൃഹസ്ഥരുടെ ഉത്കണ്ഠ. ഇവിടെ അത് മാൻകുട്ടിയുടെ പേരിലാണ് എന്ന് മാത്രം. ഇനി മാൻകുട്ടിയുമായിട്ടുണ്ടായിരുന്ന ആ നല്ല ദിവസങ്ങളിൽ സംഭവിച്ച ചില തമാശകളൊക്കെ ഓർത്തെടുക്കുകയാണ് 21ാമത്തെ ശ്ലോകം. ക്ഷേളികായാം മാം മൃഷാസമാധിന ആമീലിതദൃശം പ്രേമ സംരംഭേണ ചകിത ആഗത്യ പൃഷദ പരുഷ വിഷാണാഗ്രേണ ലുഠതി. ക്ഷേളികായാം, ആ മാൻകുട്ടിയുമായി കളിക്കുന്നതിനിടയിൽ താൻ സമാധിയിലിരിക്കുകയാണ് എന്ന പോലെ. അതാണ് മൃഷാസമാധി, ഒരു തമാശയ്ക്ക്, സമാധിയിലല്ല, കളിക്കുകയാണ്. അങ്ങനെ കപട സമാധി കൊണ്ട് ആമീലിത ദൃശ്യം, കുറച്ചു നേരം കണ്ണടച്ചിരിക്കുന്ന മാം ആഗത്യ, എൻ്റെ അടുത്തേക്ക് ആ മാൻകുട്ടി വന്നിട്ട് പ്രേമ സംരംഭേണ, അപ്പോൾ ഒരു കോപം നടിക്കും, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന ഭാവത്തിൽ ആ മാൻകുട്ടി പൃഷദ പരുഷ വിഷാണാഗ്രേണ, പൃഷദ പരുഷം എന്നാൽ നീർത്തുള്ളി പോലെ പതുപ്പുള്ള, വിഷാണാഗ്രേണ അതിൻ്റെ കൊമ്പിൻ്റെ തുമ്പുകൊണ്ട്, എന്നാൽ ഒരു ചെറിയ പേടിയുമുണ്ട്, ഇങ്ങനെ പോയി വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ എന്ന്. അതാണ് ചകിത, പേടിച്ച് എന്നാൽ ഇങ്ങനെ വന്ന് മുട്ടി ഉരച്ചു നോക്കും, ശരിക്കും സമാധി തന്നെയാണോ എന്ന്. അപ്പോൾ താൻ കപട സമാധിയിലിരിക്കുമ്പോൾ തന്നോട് കോപിച്ച്, എന്നാൽ ഇഷ്ടത്തോടെയുള്ള കോപം കൊണ്ട് പരിഭവം പറയുന്നത് പോലെ ആ മാൻകുട്ടി തൻ്റെ കൊമ്പ് കൊണ്ട് ഭരതനെ ഇങ്ങനെ മുട്ടി വിളിക്കുമായിരുന്നു. 22ാമത്തെ ശ്ലോകം. ആസാദിത ഹവിഷി ബർഹിഷി ദൂഷിതേ മയാ ഉപലബ്ധോ ഭീതഃ സപതി ഉപരതരാസ ഋഷികുമാരവത് അവഹിത കരണകലാപ ആസ്തേ. ഇവിടെ ഭരതൻ പൂജ ചെയ്യാൻ വേണ്ടി കൊണ്ടുവയ്ക്കുന്ന ആസാദിത ഹവിഷി, ദർഭപ്പുല്ല്, ഹവിഷി ബർഹിഷി, ഹവിസർപ്പിച്ചതായ ദർഭപ്പുല്ല്, ദൂഷിതേ, ഈ മാൻകുട്ടി വന്ന് കടിച്ചു വലിക്കും, അങ്ങനെ അതിനെ ദുഷിപ്പിക്കും. ആ സമയത്ത് ഭരതൻ ഒന്ന് ദേഷ്യപ്പെടും. അപ്പോൾ മയാ ഉപാലബ്ധ, എന്നാൽ ശകാരിക്കപ്പെട്ട് ഭീതഃ, പേടിച്ചരണ്ട് സപതി, പെട്ടെന്ന് ആ തമാശക്കളിയൊക്കെ ഉപരതരാസഃ, ആ കളിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് അവഹിത കരണകലാപഃ, ഒരു ഋഷികുമാരനെ പോലെ, ഋഷികുമാരവത് സർവ അവയവങ്ങളെയും അവഹിത കരണകലാപഃ നിയന്ത്രിച്ച് അങ്ങനെ ആസ്തേ, ഒരു മുനിബാലനെ പോലെ ഒതുങ്ങി നിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇടക്ക് വഴക്കും പറയും. ഇങ്ങനെ പൂജാദ്രവ്യങ്ങളൊക്കെ വായിൽ കടിച്ച് വലിച്ച് നശിപ്പിക്കുമ്പോൾ ഭരതൻ വഴക്ക് പറയും. ആ സമയത്ത് പേടിച്ച് വിറച്ച് തമാശയൊക്കെ നിർത്തി ഒരു മുനികുമാരനെ പോലെ
നീ നിൽക്കാറുണ്ടായിരുന്നല്ലോ. മാനിനെ ഓർത്ത് പലതും പറഞ്ഞ് കരഞ്ഞതിൽ പിന്നെ പുറത്തു ചെന്ന് നോക്കിയപ്പോൾ ആ മാൻകുട്ടി നടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ കുളമ്പടി പതിഞ്ഞത് കണ്ടിട്ട്, അത് കണ്ടിട്ട് വ്യാകുല ഹൃദയനായിട്ട് വീണ്ടും പറയുകയാണ്. 23-ാമത്തെ ശ്ലോകം. കിം വാ അരേ ആചരിതം തപഃ തപസ്വിന്യ അനയാ യത് അയം അവനിഹി സ വിനയ കൃഷ്ണസാരതനയ തനുതര സുഭഗ ശിവതം ആഘര ഖുര പദപംക്തിഭിഃ ദ്രവിണ വിരഹാതുരസ്യ കൃപണസ്യ മമ ദ്രവിണ പദവീം സൂചയന്തി ആത്മാനം ച സർവതഃ കൃതകൗതുകം ദ്വിജാനാം സ്വർഗ അപവർഗ കാമാനാം ദേവയജനം കരോതി. അരേ, ഓ ആശ്ചര്യം തന്നെ. തപസ്വിന്യ, ഇവിടെ ഭൂമിയിലാണ് മാൻകുട്ടിയുടെ കുളമ്പടി പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി പവിത്രയായിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. തപസ്വിനി എന്ന് വിളിക്കുന്നത് ഭൂമിയെയാണ്. തപസ്വിന്യ അനയാ, ഭാഗ്യവതിയായ ഈ ഭൂമിയാൽ കിം വാ തപഃ ആചരിതം, എന്ത് തപസ്സാണോ അനുഷ്ഠിക്കപ്പെട്ടത്. യത്, എന്തുകൊണ്ടെന്നാൽ ഇയം അവനിഹി, ഈ ഭൂമി സവിനയം, നല്ല ഇണക്കമുള്ള ആ കൃഷ്ണസാരതനയ തനുതരം, കൃഷ്ണമാൻ കുഞ്ഞിൻ്റെ നന്നേ നനുത്ത ചന്തമുള്ള സുഭഗ ശിവതം ആഖര ഖുരപദം, നല്ല ശുഭലക്ഷണമുള്ള മൃദുലമായ കുളമ്പടികളുടെ, ഖുരം എന്ന് വെച്ചാൽ ആ കുളമ്പടി, അതിൻ്റെ പദപംക്തിഭിഃ നിരകളാൽ ദ്രവിണ വിരഹാതുരസ്യ, ദ്രവിണം എന്നാൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന ധനം, അത് വിട്ടുപോയതിനാൽ വിരഹാതുരനായിരിക്കുന്ന കൃപണസ്യ, ദയനീയനായ മമ, എനിക്ക് ദ്രവിണ പദവീം സൂചയന്തി, ആ മാൻ കുഞ്ഞു പോയ മാർഗത്തെ കാട്ടിത്തന്നുകൊണ്ട് ആത്മാനം കൃതകൗതുകം, തൻ്റെ സ്വരൂപത്തെ അലങ്കൃതമാക്കിയും സ്വർഗ അപവർഗ കാമാനാം, സ്വർഗത്തെയും മുക്തിയെയും ആഗ്രഹിക്കുന്ന ദ്വിജാനാം, ബ്രാഹ്മണാദികൾക്ക് ദേവയജനം ച കരോതി, യജ്ഞശാലയാക്കിയും ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം കൃഷ്ണമാനിൻ്റെ കുളമ്പുകൾ പതിഞ്ഞ സ്ഥലമാണ് യജ്ഞാദി കാര്യങ്ങൾക്ക് ഉചിതമായതെന്ന സ്മൃതി വചനമുണ്ട്. അതുകൊണ്ടാണ് ഈ കൃഷ്ണമാനിൻ്റെ കുളമ്പടി കൊണ്ട് ഭൂമി തന്നെ പുണ്യവതിയായല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്നത്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിച്ചു. അപ്പോൾ ഒരു കവിഭാവനയാണ് ചന്ദ്രനിൽ ഉള്ള കളങ്കം എന്നത് മാനിൻ്റെ കൊമ്പുകളാണ് എന്നത്. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ആ ചന്ദ്രനോട് ചോദിക്കുകയാണ് 24-ാമത്തെ ശ്ലോകം. അപിസ്വിത് അസൗ ഭഗവാൻ ഉടുപതിഃ ഏനം മൃഗപതി ഭയാത് മൃതമാതരം മൃഗബാലകം സ്വാശ്രമ പരിഭ്രഷ്ടം അനുകമ്പയാ കൃപണജനവത്സലഃ പരിപാതി. സ്വാശ്രമ പരിഭ്രഷ്ടം, എൻ്റെ ആശ്രമത്തിൽ നിന്ന് വിട്ടുപോയതും മൃതമാതരം, അമ്മ മരിച്ചുപോയതുമായ ഏനം മൃഗബാലകം, ഈ മാൻകുട്ടിയെ കൃപണജനവത്സലഃ, ദീനജനങ്ങളിൽ വാത്സല്യമുള്ള അസൗ ഭഗവാൻ ഉടുപതിഃ, ഉടുപതി എന്നാൽ നക്ഷത്രനാഥനായിട്ടുള്ള ചന്ദ്രൻ, ഭഗവാൻ തന്നെയായിരിക്കുന്ന ആ നക്ഷത്രനാഥൻ ഇനി ഭൂമിയിൽ നിന്നാൽ ഈ മാൻകുഞ്ഞിനെ സിംഹമോ മറ്റോ പിടിച്ചുകൊണ്ടുപോകുമോ എന്ന അനുകമ്പയ, കാരുണ്യത്താൽ, എന്തുകൊണ്ട് മൃഗപതി ഭയാത്ത്, സിംഹത്തിൻ്റെ വിപത്തിൽ നിന്ന് അപിസ്വിത് പരിപാതി, സംരക്ഷിക്കുകയാണോ, അതിനാണോ അങ്ങ് എൻ്റെ മാൻകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയത് എന്നൊക്കെ ചന്ദ്രനോട് ചോദിക്കുകയാണ്. അതേസമയം ചന്ദ്രൻ ഉദിച്ചതിൻ്റെ ആ ശീതളിമ അനുഭവിച്ചുകൊണ്ട് ചന്ദ്രനോട് ചോദിക്കുകയാണ്, വിരഹത്താൽ തപ്തനായ എന്നെ ആശ്വസിപ്പിക്കുകയാണോ. 25-ാമത്തെ ശ്ലോകം. കിം വാ ആത്മജ വിശ്ലേഷ ജ്വര ദവ ദഹന
ശിഖാഭിः ഉപതപ്യമാന ഹൃദയസ്ഥല നളിനീകം മാം ഉപസൃതമൃഗീതനയം ശിശിരശാന്താനുരാഗ ഗുണിത നിജവദന സലിലാമൃതമയ ഗഭസ്തിഭിः സ്വധയതി ഇതി ച. ആത്മജ വിശ്ലേഷം. താൻ പുത്രനെ പോലെ കരുതി വന്ന ആ മാൻകുട്ടിയുടെ വിരഹത്താൽ ഇപ്പോൾ ഒരു ജ്വരം ബാധിച്ചവനെ പോലെ ദവദഹന ശിഖാഭിഹി സന്താപമാകുന്ന കാട്ടുതീയിൻ്റെ ജ്വാലകളാൽ ഉപതപ്യമാന വാട്ടമേൽപ്പിക്കപ്പെടുന്ന ഹൃദയസ്ഥലം എൻ്റെ സ്ഥലകമലത്തോടൊത്ത ഹൃദയത്തോടുകൂടിയവനായി നളിനീകം ഹൃദയസ്ഥല നളിനീകം എൻ്റെ ഹൃദയത്തിലെ താമര വാടിയതിനാൽ അതിനെ ഒന്ന് വീണ്ടും പഴയതുപോലെയാക്കാൻ ഉപസൃത മൃഗീതനയം ആ മാൻകുഞ്ഞിനെ തേടി അലയുന്ന മാം എന്നെ ശിശിര ശാന്താനുരാഗ ഗുണിതം ശീതളവും ശാന്തവും എന്നിലെ പ്രണയത്താൽ ഗുണിതം വർദ്ധിച്ചതുമായ നിജവദനം അങ്ങയുടെ വദനത്തിലെ സലിലാമൃതമയ ഗഭസ്തിഭിഹി വെള്ളം തന്നെയാകുന്ന അമൃതമയ കിരണങ്ങളെ കൊണ്ട് കിംവാ സ്വധയതി എന്നെ ആശ്വസിപ്പിക്കുകയാണോ ഇതിച്ച. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്നു, തൻ്റെ സ്വന്തം മക്കളെ പോലും ഉപേക്ഷിച്ചു വന്ന് ഭഗവാനെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ വേളയിൽ ഇപ്പോൾ നോക്കൂ, എല്ലാം നഷ്ടപ്പെട്ട്, ഭഗവാനെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭഗവത് സ്മൃതി നഷ്ടപ്പെട്ട് വെറും ഒരു മാൻകുട്ടിയാണ് തൻ്റെ ജീവിതം എന്ന രീതിയിൽ ഇങ്ങനെ കഴിയേണ്ടി വന്നത് ആ ഭരതന്റെ പ്രാരബ്ധ കർമ്മം എന്നല്ലാതെ എന്തു പറയാനാണ് എന്നാണ് 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം അഘടമാന മനോരഥാകുലഹൃദയോ മൃഗധാരകാഭാസേന സ്വാരബ്ധകർമ്മണ യോഗാരംഭണതോ വിഭ്രംശിതഃ സഹ യോഗതാപസോ ഭഗവദാരാധനലക്ഷണാത് ച കഥം ഇതരഥാ ജാത്യന്തര ഏണ കുണക ആസംഗ സാക്ഷാത് നിശ്രേയസ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്ത ദുസ്ത്യജ ഹൃദയാഭിജാതസ്യ തസ്യൈവം അന്തരായ വിഹിത യോഗാരംഭണസ്യ രാജർഷേഃ ഭരതസ്യ താവൻ മൃഗ അർഭക പോഷണ പാലന പ്രീണന ലാളന അനുഷംഗേണ അവിഗണയത ആത്മാനം അഹിഹി ഇവ ആഘുബിലം ദുരതിക്രമഃ കാലഃ കരാളരഭസ ആപദ്യത. ഏവം ഇപ്രകാരം അഘടമാനം അസംബന്ധങ്ങളായ ഒരു യോഗിക്ക് ഒട്ടും ചേരാത്ത മാനസിക വിഭ്രാന്തിയിൽ എത്തിച്ചേർന്ന മനോരഥ ആകുല ഹൃദയ മനോവിചാരങ്ങളാൽ വ്യാകുലചിത്തനായി തീർന്ന സഹയോഗതാപസഹ ശരിക്കും ഭഗവാനിലേക്ക് ചേർന്നു വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ യോഗഭ്രഷ്ടനാകാൻ പോകുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യോഗതാപസഹ യോഗിയായി തീർന്നിരുന്ന, ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിരുന്ന ഭരതൻ മൃഗധാരകാഭാസേന മാൻകുട്ടിയുടെ രൂപത്തിൽ വന്ന സ്വാരബ്ധകർമ്മണ തൻ്റെ പ്രാരബ്ധകർമ്മത്താൽ യോഗാരംഭണത ആ യോഗാരൂഢനായി വന്ന ആ അവസ്ഥയിൽ നിന്നും ഭഗവത് ആരാധന ലക്ഷണാത് ച ഭഗവത് സമ ആരാധന രൂപമായ കർമ്മത്തിൽ നിന്നും വിഭ്രംശിത പരിഭ്രഷ്ടനാക്കപ്പെട്ടു. ഇതരഥാ കഥം വേറെ എന്ത് പറയാനാണ്? കാരണം സാക്ഷാത് നിശ്രേയസ പ്രതിപക്ഷതയാ ശരിക്കും മോക്ഷലബ്ധിക്ക് വിലങ്ങുതടിയാണെന്ന കാരണത്താൽ മുൻപ് പ്രാക് പരിത്യക്ത ദുസ്ത്യജ ഹൃദയാഭിജാതസ്യ ശരിക്കും ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ടായിരിക്കുക നമ്മുടെയൊക്കെ സ്വന്തക്കാരെയാണ്. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമെന്നതുപോലെ ഈ രാജാവ് പരിത്യക്തം ഉപേക്ഷിക്കുവാൻ പ്രയാസമുള്ള സ്വന്തം പുത്രന്മാരെ കൂടെ ആദ്യമേ ഉപേക്ഷിച്ച ഇദ്ദേഹത്തിന് തസ്യ ജാത്യന്തരേ ജാതി കൊണ്ട്, അതായത് മനുഷ്യജാതി മൃഗജാതി ഇങ്ങനെ ജാതി കൊണ്ട് അന്തരെ മറ്റൊരു വർഗത്തിൽപ്പെട്ട ഈ ഏണകുണകേ
മാൻകുട്ടിയിൽ ആസംഗഃ കഥം, എങ്ങനെ ഈ ആസക്തി വന്നു? ഏവം അന്തരായ വിഹത യോഗാരംഭണസ്യ, ഇപ്രകാരം വിഘ്നത്താൽ വിഹനിക്കപ്പെട്ട യോഗാനുസന്ധാനത്തോടു കൂടിയവനായി ഭവിച്ച്, ശരിക്കും ഭഗവാനിൽ അങ്ങ് ചേർന്ന് ആ ജീവാത്മ പരമാത്മ യോഗത്തിന്റെ അടുത്തെത്തിയതായിരുന്നു ഭരതൻ. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ വിഘ്നം സംഭവിച്ചിരിക്കുന്നു, ച്യുതി സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള രാജർഷേഹേ ഭരതസ്യ, ആ രാജർഷിയായ ഭരതൻ താവത്, പിന്നീടുള്ള കാലമത്രയും മൃഗ അർഭകം, ആ കുട്ടിമാനിനെ പോഷണം, പാലനം, പ്രീണനം, ലാളനം ഇങ്ങനെയൊക്കെയുള്ള അനുഷംഗേണ നിരന്തരമായ മാനസികമായ സംഘത്താൽ ആത്മാനം അവിഗണയതഃ, തന്നെ വിസ്മരിച്ചു, താനായിരിക്കുന്ന ഈശ്വരനെ വിസ്മരിച്ചുകൊണ്ടിരിക്കെ കരാളരഭസഹ, ഉഗ്രവേഗത്തോടു കൂടിയതും ദുരതിക്രമഃ, അതിലംഘിച്ചുകൂടാത്തതുമായ ആ കാലഹ, മൃത്യുസമയം, ആഖുബിലം, എലിമാളത്തിൽ അഹിഹി ഇവ, പാമ്പെന്നതുപോലെ ആപദ്യത, ഭരതന്റെ നേർക്ക് വന്നണഞ്ഞു. അതായത് ഭരതന്റെ മരണസമയം അടുത്തു. പക്ഷേ കഷ്ടമെന്ന് പറയാം, അത്രയും കാലം ഭഗവാനിൽ മനസ്സർപ്പിച്ച ആനന്ദ വാരിധിയിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ആ ഭരത രാജർഷിക്കാണ് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചത്. ഇതിനെയാണ് ഗീതയിൽ ഭഗവാൻ യോഗഭ്രഷ്ടനാവുക എന്ന് പറഞ്ഞത്. ആ യോഗമാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കെ പ്രാരബ്ധവശാൽ ഏതോ ഒരു ആസക്തിയിൽ കുടുങ്ങി ഈശ്വരനെ മറന്ന് വീണ്ടും ഈ മായയിൽപ്പെട്ട് ജീവിക്കേണ്ടി വരിക. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കെ ഭഗവാനെ അഥവാ അവനവനെ അറിയാതെ ശരീരം വിട്ടുപോവേണ്ടി വരിക. ആ അവസ്ഥയിൽ ഇപ്പോൾ ഭരതൻ എത്തിച്ചേർന്നു. ഇങ്ങനെ അവസാന നിമിഷം നമ്മൾ എന്താണോ ഓർക്കുന്നത് അതായിരിക്കും നമ്മുടെ അടുത്ത ജന്മം. ഇത് മുൻപ് പുരഞ്ജനോപാഖ്യാനത്തിൽ കണ്ടതാണ്. ഭാര്യയെ ഓർത്തുകൊണ്ടിരുന്ന പുരഞ്ജനൻ പിന്നീട് സ്ത്രീയായി പുനർജനിച്ചു. ഇവിടെ മാൻകുഞ്ഞിനെ തന്നെ ഓർത്തുകൊണ്ട് മരിച്ച ഭരതൻ ഒരു മാനായി പുനർജനിക്കുകയാണ്. 27-ാമത്തെ ശ്ലോകം. തദാനീം അപി പാർശ്വവർത്തിനം ആത്മജം ഇവ അനുശോചന്തം അഭിവീക്ഷമാണോ മൃഗ ഏവ അഭിനിവേശമന വിസൃജ്യ ലോകം ഇമം സഹ മൃഗേണ കളേവരം മൃതം അനു ന മൃതജന്മ അനുസ്മൃതി ഇതരവത് മൃഗശരീരം അവാപ. തദാനീം അപി, ആ മൃത്യു വന്നടുത്തപ്പോഴെങ്കിലും മനസ്സിനെ ഒന്ന് മാറ്റാമായിരുന്നു. പക്ഷേ സാധിച്ചില്ല. അങ്ങനെ അനുശോചന്തം, ദുഃഖിച്ചുകൊണ്ട്, പാർശ്വവർത്തിനം ആത്മജം ഇവ, അരികത്തിരിക്കുന്ന മകനെ പോലെ, അഭിവീക്ഷമാണഃ, തൻ്റെ അടുത്ത് ആ മാൻകുട്ടി വന്ന് നിൽക്കുന്നതായിട്ട് ഭരതൻ സങ്കല്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മകനെ നോക്കിക്കൊണ്ടെന്നതുപോലെ മൃഗേ ഏവ അഭിനിവേശിതമനാഹ, മൃഗത്തിൽ തന്നെ ആസക്തചിത്തനായി ഭവിച്ച് മൃഗേണ സഹ, ആ മാനിനോടുകൂടെ ഇമം ലോകം വിസൃജ്യ, ഈ ശരീരത്തെയും വിട്ട്, മൃതം കളേവരം അനു, നശിച്ചതായ ശരീരത്തെ തുടർന്ന്, നമൃത ജന്മ അനുസ്മൃതി, പക്ഷേ ഈശ്വരാനുഗ്രഹം എന്ന് പറയാം, മൃഗജന്മം കിട്ടിയിട്ടും തൻ്റെ പൂർവജന്മ സ്മൃതി വിട്ടുപോയില്ല. ഇങ്ങനെ ഇതരവത്ത്, വെറുമൊരു പ്രാകൃതനെ പോലെ മൃഗശരീരം അവാപ, വീണ്ടും ഒരു മാനിന്റെ ശരീരത്തെ സ്വീകരിച്ചു. അങ്ങനെ അന്ത്യകാലത്തിലും താൻ ആത്മതുല്യം സ്നേഹിച്ചിരുന്ന മാൻകുട്ടിയെ തന്നെ വിചാരിക്കുകയാൽ ഭരതൻ അടുത്ത ജന്മത്തിൽ ഒരു മാനായിട്ട് പിറന്നു. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ കുറച്ചു നാളെങ്കിലും ഈ ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കുറവും സംഭവിക്കുകയില്ല.
അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് താഴുകയില്ല. നമ്മൾ വായിച്ച് മടക്കി വെച്ച പുസ്തകം എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് പുനർവായന തുടങ്ങുന്നത് പോലെ പിന്നീടുള്ള ജന്മത്തിൽ ഈ ആധ്യാത്മിക യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ വന്ന് ജനിക്കും. നമ്മൾക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നു, വീട്ടിലുള്ള മറ്റാർക്കും ഇതൊന്നും തോന്നുന്നില്ലല്ലോ. ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കളിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം തോന്നുക. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അച്ഛനമ്മമാർ പകർന്നു കൊടുത്തതാണ് എന്ന് പറയാനും സാധിക്കില്ല. അത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വന്നു പിറന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ വ്യക്തി, ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തി പൂർവജന്മ വാസനയാലാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടതില്ല. എല്ലാവരും പറയും ഇന്നത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഇന്നത്തെ കാലത്തെ കുട്ടികൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് ആർക്കറിയാം? ഇന്ന് തന്നെ നമുക്കറിയാം, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിയ എത്രയോ കുട്ടികൾ ഒരു ഘട്ടം എത്തുമ്പോൾ ആധ്യാത്മികതയിലേക്ക് വരുന്നു, അതിനെ അന്വേഷിച്ചു പോകുന്നു. ഒരു പക്ഷെ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും അവർ പോകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നമുക്കറിയില്ല നമ്മുടെ മക്കൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് അവരുടെ പൂർവജന്മ വാസനയാലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർക്ക് ആ പൂർവജന്മ വാസനയുണ്ടെങ്കിൽ ഒരു ദിവസം അവർ ഈ വഴിയിലേക്ക് വരിക തന്നെ ചെയ്യും. ഇതെല്ലാം പൂർവജന്മ വാസനയാലാണ്. അതിന് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അതങ്ങനെ തന്നെ സംഭവിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും കുട്ടികളൊക്കെ വല്ലാതെ, നമ്മൾ ഈ ശാസ്ത്രയുഗത്തിലാണ് ജനിച്ചു വീഴുന്നത്, അവർക്കൊന്നും ആധ്യാത്മിക കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊന്നും ആരും വിഷമിക്കേണ്ടതില്ല. സമയമാകുമ്പോൾ പൂർവജന്മവാസനയുണ്ടെങ്കിൽ അവർ എത്തിയിരിക്കുക തന്നെ ചെയ്യും. അവർ ആ വഴിയിലെത്തും, അതിന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ അവരെത്തുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചെടുത്തു, എന്നിട്ടും ആ കുട്ടികൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല എങ്കിൽ അതിനർത്ഥം അവർക്ക് ആ പൂർവജന്മവാസനയില്ല എന്നാണ്. എന്നുവെച്ചാൽ ജനറലായിട്ട് നമ്മൾ ഇന്നത്തെ തലമുറയെ ആലോചിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ ആലോചിച്ച് ദുഃഖിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല. നമ്മളാൽ കഴിയുന്നത് കൊടുക്കുക, അത്രമാത്രം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മക്കളും അങ്ങനെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധ ബുദ്ധി വേണ്ട. അവരുടെ വാസനയാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു സൂചകം എന്നതുപോലെയാണ് ഇവിടെ മാനായി ജന്മമെടുത്തിട്ടും തൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് താൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൃഗജന്മത്തിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. 28-ാമത്തെ ശ്ലോകം. തത്രാഭിഹവ ആത്മനോ മൃഗത്വ കാരണം ഭഗവദാരാധന സമീഹാനുഭാവേന അനുസ്മൃത്യ ഭൃശം അനുതപ്യമാന ആഹ. തത്ര അപി ഹവൈ, ആ മൃഗജന്മത്തിലും ഓ അത്ഭുതം തന്നെ, ഭഗവത് ആരാധന സമീഹാനുഭാവേന, ഭഗവാന്റെ ആരാധന മുമ്പ് ചെയ്തിരുന്നതിൻ്റെ മഹാത്മ്യത്താൽ, ഒരിക്കൽ ചെയ്തു വെച്ചാൽ അതിൻ്റെ ബാക്കിയേ പിന്നീടുള്ള ജന്മത്തിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ഏത് ജാതിയിൽപ്പെട്ടാലും, ജാതി എന്ന് വെച്ചാൽ മൃഗജാതിയോ പക്ഷികളുടെ ജാതിയോ മനുഷ്യജാതിയോ ഏത് ജാതിയിൽപ്പെട്ടായാലും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഭഗവത് ആരാധനം തുടർന്നു പോകുന്നത്. ഇങ്ങനെ ആത്മനഃ മൃഗത്വ കാരണം, തനിക്ക് മൃഗജന്മം ഉണ്ടാകുവാനുള്ള കാരണത്തെ അനുസ്മരിച്ച് ഭൃശം അനുതപ്യമാനഃ, വളരെയധികം പശ്ചാത്തപിച്ച് ഇപ്രകാരം ആഹ, ആ മാൻ
ഉള്ളിൽ പറയുകയാണ്. അതായത് ഭരതന്റെ പുനർജന്മമായ മാൻ ഉള്ളിൽ ഒരു പശ്ചാത്താപത്തോടെ ഇപ്രകാരം പറയുന്നു. ഭരതന്റെ ആത്മഗതമാണ്, അഥവാ മൃഗരൂപത്തിലിരിക്കുന്ന ഭരതന്റെ ആത്മഗതം. 29-ാമത്തെ ശ്ലോകം. അഹോ കഷ്ടം ഭ്രഷ്ടഃ അഹം ആത്മവതാം അനുപധാത് യത് വിമുക്ത സമസ്ത സംഗസ്യ വിവിക്ത പുണ്യാരണ്യ ചരണസ്യ ആത്മവത ആത്മനി സർവേഷാം ആത്മനാം ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധന അനുസ്മരണ അഭിയോഗേന ശൂന്യസകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാസ്നേന മനഃ തത് തു പുനഃ മമ അബുധസ്യ ആരാത്ത് മൃഗസതും അനു പരിസുസ്രാവ. അഹോ കഷ്ടം. ഈ മാനാണ് ഇപ്പോൾ പറയുന്നത് ആത്മഗതമായിട്ട്. ആത്മവതാം അനുപധാത്, ധീരന്മാരുടെ മാർഗത്തിൽ നിന്ന് അഹം ഭ്രഷ്ടഃ, ഞാൻ പിഴച്ചുപോയല്ലോ. യത് എന്തെന്നാൽ വിമുക്ത സമസ്ത സംഗസ്യ, എല്ലാ ആസക്തിയും ഉപേക്ഷിച്ച് വിവിക്ത പുണ്യാരണ്യ ശരണസ്യ, വിജനമായ തപോവനത്തെ ശരണം പ്രാപിച്ചിരുന്ന ആത്മവതഃ മമ മനഃ, ധീരനായ എൻ്റെ മനസ്സ്, സർവേഷാം ആത്മനാം ആത്മനി, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായ ഭഗവതി വാസുദേവേ, ഭഗവാൻ ശ്രീ വാസുദേവനിൽ തദനുശ്രവണ, ഭഗവാനെ കേൾക്കുക, മനനം ചെയ്യുക, സങ്കീർത്തന ആരാധന അനുസ്മരണ അഭിയോഗേന, ഇങ്ങനെയുള്ള അഭിനിവേശത്താൽ അശൂന്യ സകല യാമേന കാലേന, സമയത്തെക്കുറിച്ചൊക്കെ ശരിക്കും വിസ്മരിച്ച് ഭഗവാനിൽ മാത്രം മനസ്സ് വെച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ കാസ്നേന സമാവേശിതം, പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടെ ഞാൻ ജീവിച്ചിരുന്ന ആ കാലം സമാഹിതം ച, നിശ്ചലമായിരുന്നു എൻ്റെ മനസ്സ്, എന്തൊരു സമാധാനമായിരുന്നു. പക്ഷേ അബുധസ്യ, എന്നിട്ടും ഉള്ളിലെ അജ്ഞാനം നീങ്ങാതെ മമ തതുതു, എൻ്റെ ആ മനസ്സാകട്ടെ പുനഃ മൃഗസുതം അനു, ആ മാൻകുട്ടിയുടെ പിന്നാലെ ആരാത്ത്, വളരെ ദൂരം, പരിസുസ്രാവ, നീങ്ങിപ്പോയല്ലോ. തിരിച്ചു പിടിക്കാനാവാത്ത വിധം എൻ്റെ മനസ്സ് ആ മാൻകുട്ടിയിൽ തങ്ങിപ്പോയല്ലോ. എന്തൊരു കഷ്ടമായിപ്പോയി. നല്ലൊരു മനുഷ്യജന്മം ലഭിച്ചിട്ട്, ശ്രേഷ്ഠമായ ജന്മം ലഭിച്ചിട്ട് അത് പൂർണ്ണമായി ഞാൻ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്ന് ആത്മഗതം ചെയ്യുന്നത് മൃഗജന്മം കിട്ടിയപ്പോഴാണ്. ഇങ്ങനെ പൂർവസ്മൃതി ഉണ്ടായ ആ മാനിന്റെ രൂപത്തിലിരിക്കുന്ന ഭരതൻ വീണ്ടും താൻ മുൻപ് തപസ് ചെയ്തിരുന്ന ആ ആശ്രമത്തിലേക്ക് തൻ്റെ പൂർവജന്മസ്മൃതിയാൽ വരികയാണ്. 30-ാമത്തെ ശ്ലോകം. ഇതിയേവം നിഗൂഢ നിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനഃ ഭഗവത് ക്ഷേത്രം ഉപശമശീല മുനിഗണദയിതം സാളഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ചരാത് പ്രത്യാജഗാമ. ഇത്യേവം, ഇങ്ങനെ നിഗൂഢ നിർവേദ, ഉള്ളിൽ ഒതുക്കി വെച്ച നിർവേദത്തോടു കൂടിയവനായി. കാരണം മാനായതുകൊണ്ട് പുറമേക്കാർക്കും മനസ്സിലാവുകയില്ല ഈ മാനിൻ്റെ മനസ്സെന്താണെന്ന്. മാത്രമല്ല മാതരം മൃഗം വിസൃജ്യ, ഈ ജന്മത്തിൽ സ്വയമേവ തൻ്റെ തള്ളമാനിനെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഭഗവത് ക്ഷേത്രം, ഭഗവാന്റെ സാന്നിധ്യമുള്ളതും ഉപശമശീല മുനിഗണദയിതം, ശാന്ത സ്വഭാവികളായ മുനിഗണങ്ങൾക്ക് ഇഷ്ടമായതും സാലഗ്രാമം, സാലവൃക്ഷങ്ങൾ സമൃദ്ധിയായിട്ടുള്ളതുമായ പുലസ്ത്യ പുലഹാശ്രമം, പുലസ്ത്യ പുലഹാദി ഋഷികളുടെ ആശ്രമത്തിലേക്ക് കാലഞ്ചരാത്, ഈ സ്ഥലത്താണ്, കാലഞ്ചര പർവ്വതത്തിലാണ് ശരിക്കും ഈ ജന്മത്തിൽ മാനായി പിറന്നത്. ആ പർവ്വതത്തിൽ നിന്ന് ഈ പുലഹാശ്രമത്തിലേക്ക് പുനഃ പ്രത്യാജഗാമ, വീണ്ടും തിരിച്ചു വന്നു. സാധാരണയായി മൃഗജന്മം കിട്ടിയാൽ കൂടുതൽ തൻ്റെ ജാതിയിൽപ്പെട്ട മൃഗങ്ങളുമായി കളിച്ച് ചിരിച്ചൊക്കെ പോകാനാണ് ഇഷ്ടപ്പെടുക. പക്ഷേ പൂർവജന്മസ്മൃതിയാൽ
ഒരാളോട് പോലും തനിക്കിനി ആസക്തി പാടില്ല എന്നതിൽ വളരെയധികം ശ്രദ്ധ വെച്ചു എന്നാണ്. അതാണ് 31-ാമത്തെ ശ്ലോകം. തസ്മിൻ അപി കാലം പ്രതീക്ഷമാണഃ സംഗാത് ച ഭൃശം ഉദ്വിഗ്ന ആത്മസഹചരഃ ശുഷ്കപർണതൃണവീരുധ വർത്തമാനോ മൃഗത്വനിമിത്താവസാനം ഏവ ഗണയൻ മൃഗശരീരം തീർത്ഥോദക ക്ലിന്നം ഉത്സസർജ. തസ്മിന്നപി കാലം പ്രതീക്ഷമാണഃ, അവിടെയും ഈ മൃഗശരീരം എപ്പോഴാണ് വിടുക എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സംഗാത് മറ്റ് മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഭൃശം ഉദ്വിഗ്നഃ, അത് ഭയപ്പെടുന്നത് പോലെ ആരുടെയും കണ്ണിൽപ്പെടാതെ എന്നതുപോലെ ഒതുങ്ങി ജീവിക്കുകയാണ്. എന്നിട്ട് ആത്മസഹചരഃ, താൻ തന്നെയാണ് തൻ്റെ കൂട്ടുകാരൻ എന്ന രീതിയിൽ തനിക്ക് താൻ തന്നെ തുണയായി നടന്നുകൊണ്ടും, അതുപോലെ ശുഷ്കപർണ തൃണവീരുധ, ഉണക്കിലകളും പുല്ലുകളും വള്ളികളും കൊണ്ട് വർത്തമാനഃ, ആ ജീവിതം നിർവഹിച്ചുകൊണ്ടും, മൃഗത്വ നിമിത്ത അവസാനം, ഈ മൃഗജന്മം ലഭിക്കാനിടയായ പ്രാരബ്ധകർമ്മം എപ്പോഴാണ് അവസാനിക്കുക, അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് പൂർണ്ണമായും ഭഗവത് സ്മരണയിൽ നിന്നുകൊണ്ട് തൻ്റെ കാലം, അതായത് അവസാന കാലം ഗണയൻ ഉറ്റുനോക്കിക്കൊണ്ട് മാത്രം വർത്തിച്ച് തൻ്റെ ഈ മൃഗശരീരം വിടാൻ സമയമായി എന്ന് മനസ്സിലായപ്പോൾ മൃഗശരീരം, ആ മൃഗശരീരത്തെ തീർത്ഥോദക ക്ലിന്നം, തൊട്ടടുത്തുള്ള തീർത്ഥം തന്നെയായിട്ടുള്ള ആ നദിയിൽ ഉത്സസർജ, അതിലങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ മനുഷ്യജന്മത്തിൽ ഇരുന്നതിനേക്കാളും ശ്രദ്ധയോടുകൂടെ മൃഗജന്മത്തിൽ, ആ മാനിന്റെ ജന്മത്തിൽ ഇരുന്ന, പൂർവജന്മത്തിൽ ഭരതനായിരുന്ന ആ രാജർഷി എപ്പോഴാണ് തൻ്റെ ഈ മൃഗജന്മമായി കിട്ടിയ പ്രാരബ്ധകർമ്മം അവസാനിക്കുക എന്ന് മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കാതെ ആശ്രമ പരിസരത്ത് തന്നെ കഴിഞ്ഞതിനാൽ അപ്പോഴും ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കാൻ ആ മാനിന് കഴിഞ്ഞു. തൻ്റെ അവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഗണ്ഡകി നദിയിൽ തൻ്റെ മൃഗശരീരത്തെ ഉപേക്ഷിച്ചു. ഇങ്ങനെ പഞ്ചമസ്കന്ധത്തിലെ 8-ാം അധ്യായം അവസാനിച്ചിരിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഭരതചരിതേ 8-മോ അധ്യായഃ. ഒരു പൊതുവായ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നതാണ് എന്ന് കരുതി ഇതുവരെ ഉണ്ടായ ക്ലാസ്സുകളും ഇനി വരാനിരിക്കുന്ന ക്ലാസ്സുകളും ഒന്നും തന്നെ മെമ്പേഴ്സ് ഓൺലി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് ചിലപ്പോൾ അവർക്ക് മാത്രമായിട്ട് ഒരു ലൈവ് ചാറ്റ് സത്സംഗം പോലെ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാകും. ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, ഞങ്ങൾ മെമ്പേഴ്സ് ആകണോ എന്ന്. അതൊക്കെ പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ ഒന്നും പറയാതെ തന്നെ സ്വയമേവ മെമ്പേഴ്സ് ആകുന്നവർക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്തു കൊടുക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യൽ, അതായത് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള ചില ലൈവ് ചാറ്റ് ഉണ്ടാകും. അത് എപ്പോൾ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു വെച്ചതാണ്. കാരണം പെട്ടെന്ന് അങ്ങനെ മെമ്പേഴ്സ് ഓൺലി എന്ന് കാണുകയും ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമവും വേണ്ട. ആർക്ക് വേണമെങ്കിലും മെമ്പേഴ്സ് ആകാം, ഇനി വേണ്ടെങ്കിൽ വേണ്ട, ഒരു നിർബന്ധവുമില്ല. പിന്നെ ഇത് ഓരോ മാസത്തേക്കാണ്. അങ്ങനെ മെമ്പേഴ്സ് ആയിട്ട് ഇതിലൊരു വർത്തുമില്ല, ഇതിനെ കൊണ്ടൊരു കാര്യവുമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് എപ്പോൾ വേണമെങ്കിലും ക്യാൻസലും ചെയ്യാം. അതുകൊണ്ട് ഇതൊരു നിർബന്ധമുള്ള കാര്യമേ അല്ല. ഒന്നുകൂടെ പറയുന്നു, ഒരു ക്ലാസ്സും നിങ്ങൾക്ക് മിസ്സാവുകയില്ല. ക്ലാസ്സുകളൊന്നും തന്നെ മെമ്പേഴ്സ് ഓൺലി ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ചെയ്യാം, യാതൊരു നിർബന്ധവും ഇല്ല. ഈ ചാനലിൻ്റെ ആക്റ്റീവായിട്ടുള്ള കേൾവിക്കാർ ഭാഗവതം കേൾക്കുന്നവരാണ് എന്നതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഇത് പറഞ്ഞത്.
हरे राम हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण